മൈ ചാനൽ. നമ്മുടെ ഡേ മൈ ലൈഫാണ് എൻ്റെ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലെ ബെല്ലൈക്കണിൽ അതിൽ ഓൾ വേണം ഞെക്കാൻ. ഇന്നലെ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മളിവിടെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, കൊച്ചുള്ളി, വെളുത്തുള്ളി, കരിയാപ്പില, ഇഞ്ചി, പച്ചമുളകെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ നമ്മൾ ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അത് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കൊച്ചുള്ളിയും തക്കാളിയും കരിയാപ്പിലയും ഇഞ്ചിയും എല്ലാം മുറിച്ച്. പിന്നെ നമ്മൾ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊച്ചുള്ളി ഇടുന്നുണ്ട്, തക്കാളി, പച്ചമുളക് അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട്. നമ്മൾ ഇളക്കിയതിന് ശേഷം അതിൽ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാല് തിളച്ചതിന് ശേഷം നമ്മൾ ചായപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ തക്കാളി ചട്നി നല്ലോണം ഇളക്കുന്നുണ്ട്. പിന്നെ അമ്മണി തുടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ആ തക്കാളി ചട്നിയിൽ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായ എടുത്ത് ഇളക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ചട്നി നല്ലോണം ഇളക്കുന്നുണ്ട് ഗൈസ്. ചായ ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കരിയാപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദോശയുടെ തവ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ചട്നി ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ അരിക്കാൻ വേണ്ടിയിട്ട് മഗ്ഗിലും പഞ്ചസാര ചേർക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ചായ അരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചായ നല്ലോണം ഏന്തുന്നുണ്ട്. പിന്നെ നമ്മൾ പല്ലേക്കാൻ പോകുന്നുണ്ട് ഗൈസ്. പിന്നെ ട്രെയിന് പോകുന്നുണ്ട് ഗൈസ് അതിലൂടെ. പിന്നെ അമ്മ അലക്കുന്നുണ്ട്. അമ്മ അലക്കുന്ന ആയിട്ട് ഒരാൾ അമ്മേനെ നോക്കി ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ബ്ലാക്ക് ചെക്കൻ അമ്മേനെ നോക്കിയിരിക്കും. ഇനി അമ്മ അലക്കി കഴിഞ്ഞാലേ അവൻ നടന്ന് പോവുകയുള്ളൂ. അതുവരെ അടുത്തിരിക്കും. പിന്നെ നമ്മളെ മിക്സി കവുന്നുണ്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ മിക്സ് അതിലേക്ക് ഇടുന്നുണ്ട്, മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ നല്ലോണം അരക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം കയറുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ അതിലേക്ക് കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അത് ചട്നിയിലേക്ക് ഒഴിക്കും. പിന്നെ നമ്മൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട് ഗൈസ്. പിന്നെ ആ പാല് കൊണ്ടുവന്നിട്ട് നമ്മൾ തിളപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പാല് ബ്ലാക്കിക്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പാല് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പാല് നല്ലോണം തിളക്കുന്നുണ്ട്.
നമ്മൾ ദോശേൻ്റെ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്. ഇത് ഫ്യൂച്ചറിൻ്റെ ദോശ തവയാണ്. നല്ല അടിപൊളി ദോശ തവയാണ്. നമ്മൾ ദോശ ചൂടുന്നുണ്ട് ഗൈസ്. നമ്മളിന്ന് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പാൽ തിളക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെയ് റോസ്റ്റിൻ്റെ മേലെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ദോശ എടുക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡും ചൂടുന്നുണ്ട് ഗൈസ്. പിന്നെ അത് അമ്മിണി തിന്നുന്നുണ്ട്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയും കൂട്ടിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ അടുത്തതും കൂടി ചുടുന്നുണ്ട്. പിന്നെ നമ്മൾ പാൽ നല്ലോണം തിളച്ചിടുക ഗൈസ്. നമ്മളത് ഓഫാക്കുവാന്ന്. അമ്മ പിന്നെ ചായ എഴുതുന്നുണ്ട് കപ്പിലേക്ക്. പിന്നെ നമ്മളെല്ലാവരും കൂടി ദോശയും ചായയും തക്കാളി ചട്നിയെല്ലാം തിന്നുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതാ ദോശ തിന്നുമ്പോഴേക്കും ഒരാൾ വരും ഗൈസ്. അമ്മേൻ്റെ മടിയിൽ നിൽക്കുക. ഓന് ദോശ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. കണ്ട ദോശ വാങ്ങുന്നുണ്ടാ. പിന്നെ നമ്മൾ പറശ്ശിനിക്ക് പോകാൻ വേണ്ടിയിട്ട് കീയുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പറശ്ശിനിക്ക് പോവുകയാണ്. നമുക്കിവിടെ വഴിയൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ വീട്ടിൻ്റെ മുമ്പിലൂട്ടിയാണ് പോകുന്നത് വഴി. നമ്മൾ പിന്നെ അവരോടെല്ലാം ചോദിച്ച് പറശ്ശിനിയിൽ വരുന്നുണ്ടോ എന്ന്. അന്നേരം അവരെല്ലാം പറഞ്ഞ് നമ്മളൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ മാത്രമായിട്ട് പറശ്ശിനി പോവുകയാണ്. അങ്ങനെ നമ്മൾ കാറ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാറിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കാറിൽ കയറിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് കീത്തള്ളിയിൽ റോഡ് പണി നടക്കുന്നുണ്ട്. നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളവട്ടണം പുഴയിലേക്ക് കയറാൻ പോവുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പുഴയാണ് ഗായ്സ്. പിന്നെ നമ്മുടെ മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ റോഡ് തെറ്റിച്ച് പറശ്ശിനിയിലേക്ക് പോവുകയാണ്. നമ്മൾ റോഡ് തെറ്റാൻ പോവുകയാണ്.
ഇത്ര നല്ല റോഡാണ് ഗൈസ്. റോഡ് പണിയെടുക്കുന്നുണ്ട്. ചെറിയ ബൈ റോഡേ ഉള്ളൂ. നമ്മൾ പറശ്ശിനിയിലേക്ക് തെറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറശ്ശിനിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറശ്ശിനിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറശ്ശിനിയിലേക്ക് പോവുകയാണ്. നമ്മൾ ചന്തയെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് മടങ്ങി വരുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അമ്മണി ഓരോ കാര്യങ്ങൾ നോട്ട് ഒട്ടിച്ചാണ് പോകുന്നത് മടങ്ങി വരുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പറശ്ശിനിൻ്റെ ഉള്ളിൽ കയറാനാണ് പോകുന്നത്. നമ്മൾ പുഴേൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. നമ്മളിനി പുഴയിൽ നിന്ന് കാലം കഴിച്ചാണ് പറശ്ശിനിൻ്റെ ഉള്ളിൽ കയറുക. ഉള്ളിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും അനുമതിയില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ തോന്നതിന് ശേഷം നമുക്ക് അവിടെ പ്രസാദ സദ്യ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്യൂ നമ്മൾ നിന്നിട്ടുണ്ട്. പുഴ കാണാൻ എന്ത് ഭംഗിയാണ് ഗൈസ്. അമ്മയും അമ്മണി എന്നെ ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഞാനും ഉണ്ട് ഗൈസ്. പുഴ അടിപൊളി ഭംഗിയായിട്ടുള്ള ഒരു പുഴയാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടി. സാമ്പാറും മോരുകറിയും ചോറുമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്നും മടങ്ങി. പിന്നെ മടങ്ങിയതിന് ശേഷം അവിടെ മറ്റൊരു ചായയും പയറ് പുഴുങ്ങിയതും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളതും കഴിച്ച്. അതാണ് പറശ്ശിനിയിലെ പ്രധാന പ്രസാദമാണത്. നമ്മളതെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഏച്ചിക്കും നമ്മൾ കുറച്ച് പ്രസാദമെല്ലാം വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതാണ് പ്രസാദം. പിന്നെ നമ്മൾ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ മടങ്ങി. ഇനിയാണ് നമ്മളുടെ ഷോപ്പിങ്. നമ്മൾ എല്ലാ ചന്തയിലെല്ലാം നോക്കി വെച്ച സാധനമൊക്കെ വാങ്ങും. പിന്നെ അമ്മയും എന്തെല്ലോ വാങ്ങുന്നുണ്ട് ഗൈസ്. അവൾക്ക് ഈ ബമ്മാച്ചി വേണമെന്ന് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു നമ്മളെ കൊണ്ട്. അങ്ങനെ നമ്മൾ അത് വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ കാതിലും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഒക്കെ വാശി കുറച്ച് കൂടുതലാണ് ഗൈസ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അതന്നെ വേണമെന്ന് ഇതാണ്. ഇതന്നെ വേണമെന്നൊരു തീരുമാനിച്ച പോലെയാണ്. അതന്നെ വേണ്ടി വരും ഓക്ക്. ഓള് വീണ്ടും മടങ്ങിയിട്ട് ആ കൃഷ്ണൻ്റെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ആ കൃഷ്ണനൊക്കെ എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മ വാങ്ങിക്കൊടുത്തില്ല. അമ്മ പറഞ്ഞ വീട്ടിൽ വേറെ ഒരു കൃഷ്ണനില്ലേ,
അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും അവൾ കേട്ടില്ല. പിന്നെ അമ്മ പിന്നെ നല്ലൊരു കലമ്പ് കൊടുത്തതിന് ശേഷം അവള് അത് വാങ്ങാണ്ട് വന്നു ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ കാണിൽ വെക്കാൻ ഒരു മുത്തപ്പനെയും നമ്മൾ വാങ്ങീന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പറശ്ശിനിൽ നിന്ന് കാണുന്ന പുഴയാണ് ഗൈസ് ഇത്. ആ പാലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ പറശ്ശിനിയിൽ നിന്നെല്ലാം മടങ്ങി വന്നതിന് ശേഷം അമ്മ നല്ല അടിപൊളി കൽത്തപ്പം ഉണ്ടാക്കി തന്നിന് ഗൈസ്. ചായക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പാണ്. ഇതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട്. അതിൻ്റെ റെസിപ്പി കൊണ്ടുവന്നവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി കൽത്തപ്പാണ് ഗൈസ്. അത് കണ്ടോ ബ്ലാക്ക് തിന്നുന്നുണ്ട് ഗൈസ്. പിന്നെ മിച്ചം അടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരം ചാലിൽ ഭഗവതിൻ്റെ അടുത്ത് പോകണം. അവിടെ നവമി പരിപാടിയിലുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നവമി പരിപാടി കാണാൻ പോകണം. അതുകൊണ്ട് നമ്മൾ വേഗം എല്ലാ പണിയും തീർക്കുകയാണ്. അങ്ങനെ നമ്മൾ ചാലമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ നല്ല പാട് ലൈറ്റും പരിപാടികളും ഒക്കെ ഉണ്ട് ഗൈസ്. നല്ല അടിപൊളി അമ്പലമാണ്. പിന്നെ അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു വ്യക്തി വന്നിരുന്നു. അയാളുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരു കുഞ്ഞിപ്പെണ്ണ് പാട്ട് പാടുന്നല്ലോ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിന്റെ കുളത്തിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാട് ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് അമ്പലക്കുളമാണ്. പിന്നെ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാട്ട് നമുക്കിടാൻ അനുമതിയില്ല. അതുകൊണ്ടാണ് പാട്ടിടാത്തത്. എന്നാലും ചെറിയ കുറച്ച് പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സീറ്റെല്ലാം ഫുള്ള് ചെയ്യുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ഈ തിരുവാതിര കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്.
ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.